2023 ട്രാൻസ്ലേഷൻ സ്റ്റഡീസിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആരാണ് രാമായണ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ നടത്തിയത് രാമായണത്തിന്റെ കമ്പൻ എന്നുള്ള തമിഴ് പോയിറ്റാണ് കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ രാമായണത്തിന്റെ വേർഷനെ പറയുന്നത് കമ്പരാമായണം അല്ലെങ്കിൽ രാമാവതാരം എന്നാണ്. കമ്പൻ 12th സെഞ്ചുറിയിൽ ചോള പീരീഡിന്റെ സമയത്ത് തമിഴ്നാടുവിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തമിഴ് ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഡെവലപ്പ് ദ ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഗ്രാമർ ഇൻ ലാറ്റിൻ? ഫ്രാൻസ് ബോപ്പ് ആണ്, ഒരു ജർമ്മൻ ലിംഗ്വിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഫസ്റ്റ് കമ്പാരിറ്റീവ് ഗ്രാമർ, അതായത് സാൻസ്ക്രിറ്റും ലാറ്റിനും ഗ്രീക്കും ഒക്കെയുള്ള ഒരു കമ്പാരിറ്റീവ് ഗ്രാമർ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ബോപ്പിന്റെ ഒരു 1860 അദ്ദേഹം നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു വർക്ക് ഇറക്കിയിട്ടുണ്ട്. ആ വർക്ക് ലാറ്റിനിലാണ് എഴുതിയിരിക്കുന്നത്. സോ ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇച്ചിരി പാടാണ് പ്രൊനൗൺസ് ചെയ്യാനും പറയാനും ഒക്കെ. അതുകൊണ്ട് അത് ഞാൻ വർക്കിന്റെ പേര് പറയുന്നില്ല. എന്തായാലും 1860 അദ്ദേഹത്തിന്റെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലോട്ട് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ട്രാൻസ്ലേറ്ററാണ്, സ്കോളറാണ്, റിഫോമിസ്റ്റ് ആണ്. 19th സെഞ്ചുറി കേരളയിലെ കേരള പാണിനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. മലയാളി റീഡേഴ്സിന് സാൻസ്ക്രിറ്റ് ക്ലാസിക്സിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് ഇദ്ദേഹമാണ്. അപ്പം ട്രാൻസ്ലേഷൻ ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ കാളിദാസിന്റെ പ്ലേ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അഭിജ്ഞാന ശാകുന്തളം ബാക്കിയുള്ള കുറച്ച് വർക്ക്സ് ഒക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്യൂട്ടി ഓഫ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമ വൈഡർ ഓഡിയൻസിന്റെ അടുത്തോട്ട് എത്തിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റേഴ്സിന്റെ പേട്രൺ സെയിന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? സെയിന്റ് ജെറോമിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സിന്റെ പേട്രൺ സെയിന്റ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സ്കോളർ ആൻഡ് പ്രീസ്റ്റ് ആയിരുന്നു. ജെറോം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെറോം ബൈബിളിനെ ബൈബിളിനെ ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജെറോമാണ്. ജെറോമിന്റെ ട്രാൻസ്ലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ബൈബിൾ ട്രാൻസ്ലേഷനെയാണ് നമ്മൾ വൾഗേറ്റ് ബൈബിൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാഗോറിന്റെ ട്രാൻസ്ലേഷൻസ് എല്ലാം ബംഗാളി വർക്ക്സിന്റെ കമന്ററി ആണ് എന്ന് പറഞ്ഞ ആരാണ്? അമിയ ദേവ് ആണ് ഇത് പറഞ്ഞത്. അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ട്രാൻസ്ലേഷൻസിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ട് നടത്തിയ ഒരു ഒബ്സർവേഷൻ ആണ് ഇത്. അതായത് ടാഗോറിന്റെ ട്രാൻസ്ലേഷൻസ് എന്ന് പറഞ്ഞ ബംഗാളി വർക്ക്സിനെ കുറിച്ചുള്ള ഒരു സോർട്ട് ഓഫ് കമന്ററി പോലെയാണ്. ടാഗോറിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് വെറും ലിറ്ററൽ ട്രാൻസ്ലേഷൻസ് മാത്രമല്ല, നല്ല മീനിങ് ഫുൾ ആയിട്ടാണ് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ബംഗാളി പോംസ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഇദ്ദേഹം തന്നെയാണ്, ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിനെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ നോബൽ വിന്നിംഗ് വർക്ക് ആയതാണ് ഗീതാഞ്ജലിയാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ കേട്ടോ. മറന്നു പോകരുത്. ഗീതാഞ്ജലി എന്നുള്ള വർക്ക് ബംഗാളി ലാംഗ്വേജിൽ നിന്ന് ഇദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ വൈ ഷുഡ് എ കൾച്ചർ റീഡ് ആൻഡ് പൊസിഷൻ ഇറ്റ്സ് റൈറ്റേഴ്സ്? കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റൈറ്റേഴ്സിന് അതിൻ്റെതായിട്ടൊരു സ്ഥാനവും അതിൻ്റെതായിട്ടൊരു പൊസിഷനും കൊടുത്തിരിക്കണം. എന്നാലേ ആ കൾച്ചർ അല്ലെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുകയുള്ളൂ. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ വാല്യൂസ്, ഇമാജിനേഷൻ, മെമ്മറി, കളക്റ്റീവ് ആയിട്ടുള്ള മെമ്മറി, ഇതൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ഹിസ്റ്റോറിയൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് റൈറ്റേഴ്സ് അവരുടെ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ അപ്പോൾ അവരുടെ വർക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ റൈറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ ഹിസ്റ്റോറിയൻസ് എന്ന് തന്നെ പറയാം. അവർ ഇവന്റുകളും ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത് തരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ, അതായത് ചാൾസ് വിൽക്കിൻസ് ആണ് ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇത്രമാത്രം യുണീക്നെസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബിക്കോസ് ചാൾസ് വിൽക്കിൻസ് ആണ് ഫസ്റ്റ് പേഴ്സൺ ടു ട്രാൻസ്ലേറ്റ് ഭഗവത്ഗീത ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹം 1785 ഭഗവത്ഗീത അല്ലെങ്കിൽ ഡയലോഗ്സ് ഓഫ് കൃഷ്ണ ആൻഡ് അർജുൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചുള്ള ഒരു ടേണിംഗ് പോയിന്റ് വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗിൽ കിട്ടി. ആൻഡ് പിന്നെ വാരൻ ഹേസ്റ്റിങ്സ് ഉണ്ടല്ലോ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അദ്ദേഹമൊക്കെ ഈ ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്തിരുന്നു ചാൾസ് വിൽക്കിൻസിനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിൻക്രറ്റിക് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? സിൻക്രറ്റിക് എന്ന് വെച്ചാൽ ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഓഫ് ഡിഫറെന്റ് കൾച്ചറൽ, റിലീജിയസ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ സിസ്റ്റം. ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ സിൻക്രറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് കൾച്ചറും ടാർഗറ്റ് കൾച്ചറും തമ്മിലുള്ള ഒരു മിക്സ് അല്ലെങ്കിൽ ഒരു മെർജ്. അതായത് ഓരോ കൾച്ചറേയും നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനെയും മിക്സ് ചെയ്ത് പഠിക്കാം. അതാണ് ട്രാൻസ്ലേഷനിൽ സിൻക്രറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഈ ഇൻഡോ ഇസ്ലാം ആർക്കിടെക്ചർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ സ്റ്റൈലും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ സിൻക്രറ്റിസിസത്തിന്റെ എക്സാമ്പിൾ ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ദാര ഷിക്കോ എന്ന് പറയുന്ന ആരാണ്? ദാര ഷിക്കോ എന്ന് പറയുന്നത് ഷാജഹാന്റെ എൽഡസ്റ്റ് സണ്ണാണ്. അദ്ദേഹം ഒരു ഇന്റലക്ച്വലും കൂടിയാണ്. ആൻഡ് അദ്ദേഹമാണ് ഹിന്ദുയിസത്തിൽ ഇസ്ലാം, അതായത് ഹിന്ദു വർക്ക്സും ഇസ്ലാം വർക്ക്സ് ഒക്കെ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് അദ്ദേഹം ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. 52 ഉപനിഷത്സ് അദ്ദേഹം സാൻസ്ക്രിറ്റിൽ നിന്ന് പേർഷ്യയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പൈലേഷനെ വിളിക്കുന്നത് ദ ഗ്രേറ്റ് സീക്രട്ട് എന്നാണ് കേട്ടോ. ഉപനിഷത്സ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സൂഫി പോയറ്റ്, നമുക്കൊരു സൂഫി എന്ന് പറയാം അദ്ദേഹത്തിനെ. ഇപ്പോൾ വേദാന്തി ഫിലോസഫിയും ഇസ്ലാമിക് മിസ്റ്റിസിസവും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയും അതിനെ നല്ല രീതിയിൽ ആഴത്തിൽ അറിഞ്ഞൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. പിന്നെ എപ്പിക്സിന് എന്തുകൊണ്ടാണ് ഒരുപാട് വേർഷൻസ് ഉണ്ടാകുന്നത്? നമ്മുടെ രാമായണത്തിന് മഹാഭാരതത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പൻ എന്നുള്ള പോയിറ്റ് എഴുതിയുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാമായണത്തിനെ കമ്പരാമായണ എന്ന് പറയുന്നു. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓഡിയോയ്ക്കകത്തൊക്കെ, അതായത് ഈ രാമായണത്തിന് തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. സീത രാവണന്റെ മകളാണെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് വേർഷൻസ് പോലും ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് രാമായണത്തിന് മഹാഭാരതത്തിന് ഇത്രയധികം വേർഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനറേഷൻ വഴി പാസ് ചെയ്ത് പോവുകയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഓരോ ജനറേഷനിലെയും റീജിയണൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഓരോ റൈറ്റേഴ്സ് ഇതിനെ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ വേർഷനും ഓരോ വാല്യൂസ് ആൻഡ് ബിലീവ്സ് ആണ് ഉള്ളത്. ഇപ്പം തമിഴിൽ പിന്നെ കമ്പരാമായണം, നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെന്താണ് എഴുത്തച്ഛൻ്റെ ഇതുണ്ട്, കിളിപ്പാട്ട്. ഓക്കെ, രാമായണം കിളിപ്പാട്ടുണ്ട്, മഹാഭാരതം കിളിപ്പാട്ടുണ്ട്. കന്നഡയിലും അങ്ങനെയൊക്കെ തന്നെ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ലോക്കൽ റീടെല്ലിങ്സ് ഒരുപാട് ഇതിന് ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുദു ലാംഗ്വേജിനെ കുറിച്ചാണ്. ഉറുദു എന്ന് പറയുന്നത് ഒരു സിൻക്രറ്റിക് ലാംഗ്വേജ് ആണ്. അതായത് മുഗൾ പീരീഡിലാണ് ഇത് ഡെവലപ്പ് ആയത്. പേർഷ്യനും അറബിക്കും ടർക്കിഷും ലോക്കൽ ഇന്ത്യൻ ഡയലക്റ്റും എല്ലാം കൂടി മേർജ് ചെയ്തിട്ടുണ്ടായ ഒരു ലാംഗ്വേജ് ആണ് ഉറുദു. ഉറുദു എന്ന് വെച്ചാൽ ക്യാമ്പ് അല്ലെങ്കിൽ ആർമി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിന് റിച്ച് ലിറ്റററി ട്രഡീഷനാണുള്ളത്. എസ്പെഷ്യലി പോയട്രിയുടെ കാര്യത്തിൽ മിർ അതുപോലെ തന്നെ ഇക്ബാൽ, ഗാലിബ്, ഫെയ്സ് ഇതൊക്കെ ഉറുദു പോയട്രിയുടെ ഒരുപാട് റൈറ്റേഴ്സാണ് കേട്ടോ. ഉറുദു വാസ് വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ഓൾസോ നോർത്ത് ഇന്ത്യയിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് പോലെയായിരുന്നു. ആൻഡ് അതിന് പേർഷ്യോ അറബിക് സ്ക്രിപ്റ്റ് ആണ് അതിനുള്ളത്. പേർഷ്യൻ വൊക്കാബുലറിയാണ് കൂടുതലായിട്ട് ഉറുദു ലാംഗ്വേജിന് ഉള്ളത്. ഓക്കെ, പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് മീനിങ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. അപ്പോൾ അതായത് വേർഡ് ഫോർ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ടേംസിൽ പറയാം. ഒരു ഗുഡ് ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോൺ, നമ്മുടെ ഒറിജിനൽ വർക്കിൻ്റെ ടോണും കൾച്ചറൽ ഷെയ്ഡ്സും അതിൻ്റെ ഇൻറ്റൻഷൻസും എല്ലാം മനസ്സിലാക്കിയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻസ് ലിറ്റററി ട്രാൻസ്ലേഷനുണ്ട്, ടെക്നിക്കലുണ്ട്, റിലീജിയസ് ഉണ്ട്, ലീഗലുണ്ട്, ഓഡിയോ വിഷ്വലുണ്ട്. പിന്നെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ആളാരാണ്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഇനി പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ ഗുണ്ടേർട്ടിൻ്റെ, നമ്മുടെ ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ, അതായത് അദ്ദേഹം ഒരു ജർമ്മൻ ഡിക്ഷണറി ആയിരുന്നു, ലെക്സിക്കോഗ്രാഫറാണ്, ഡിക്ഷണറിയൊക്കെ കമ്പയർ ചെയ്ത ആളാണ്, മലയാളം സ്കോളറും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ശരിക്കും, അതായത് മലയാളത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്, അതൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പം ഗുണ്ടേർട്ടിൻ്റെ ട്രാൻസ്ലേഷൻ ഓഫ് പിൽഗ്രിംസ് പ്രോഗ്രസ്, ജോൺ ബെനിയൻ്റെയാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള വർക്ക്. അതിനെ ഈ ഗുണ്ടേർട്ടാണ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് 19th സെഞ്ച്വറിയിൽ. പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സാൽവേഷൻ, ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ലൈഫ് ആൻഡ് സാൽവേഷനാണ് പറയുന്നത്. അപ്പോൾ ഈ തീംസ് എല്ലാം മലയാളം സ്പീക്കിംഗ് ഓഡിയൻസിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗുണ്ടേർട്ടാണ്. പിന്നെ ഫസ്റ്റ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി കമ്പൈൽ ചെയ്തതും ആരാണ്? ഹെർമൻ ഗുണ്ടേർട്ട് ആണ്, മറന്നു പോകരുത്. ഇനി വാട്ട് വാസ് ഷോപ്പൻഹോസ് റിയാക്ഷൻ ടു ദി ഉപനിഷത്സ്? ആർതർ ഷോപ്പൻഹോർ എന്ന് പറയുന്നത് 19th സെഞ്ച്വറി ജർമ്മൻ ഫിലോസഫറാണ്. ഉപനിഷത്സിൽ അദ്ദേഹം വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു നമ്മുടെ. അദ്ദേഹം അതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ദാരാ ഷിക്കോയുടെ പേർഷ്യൻ വേർഷനിൽ, അതായത് പിന്നെ ദാരാ ഷിക്കോയുടെ ഈ ഉപനിഷത്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഇദ്ദേഹം മനസ്സിലാക്കിയെടുത്തു ലാറ്റിൻ ട്രാൻസ്ലേഷനിലൂടെ. അദ്ദേഹം നമ്മുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഉപനിഷത്തിലുള്ള ഐഡിയാസൊക്കെ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം ഉപനിഷത്തിനെ സൊളസ് ഓഫ് ഹിസ് ലൈഫ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡെയിലി വായിക്കുമായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇച്ചിരി നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ടെക്സ്റ്റ് വിത്ത് ഡൊമസ്റ്റിക് സിഗ്നിഫിക്കൻസ്, അതായത് മലയാളത്തിലുള്ള കുറച്ച് ട്രാൻസ്ലേഷൻസിൻ്റെ കാര്യം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ മഹാഭാരത രാമായണത്തിൻ്റെ കാര്യങ്ങൾ തൊട്ട് തുടങ്ങാം. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ഒരുപാട് പ്ലേസ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ട്. മലയാളം തിയേറ്റർ ഡ്രാമാസൊക്കെ മലയാളത്തിലൂടെ ഡ്രാമാസ് അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെന്താണ്, ഈ നോവല്, സോണറ്റ്, മോഡേൺ ഡ്രാമ ഇതൊക്കെ ട്രാൻസ്ലേഷൻസ് വഴിയാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം കേരളയുടെ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിലൊക്കെ നമുക്ക് ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, കേരളത്തിലെ സോഷ്യൽ ഇഷ്യൂസ്, കാസ്റ്റ്, ഈ പിന്നെന്താണ് ഒരുപാട് ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂസ്, ഇത് പിന്നെ ഫെമിനിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നത് ഈ ട്രാൻസ്ലേഷന് ശേഷമാണ്. ഓക്കെ,
അപ്പോൾ ട്രാൻസ്ലേഷനാണ് ശരിക്കും പറഞ്ഞാൽ മലയാളം ലിറ്ററേച്ചറിനെ കുറച്ചുകൂടി എൻറിച്ച് ചെയ്തതെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ പോസ്റ്റ് കൊളോണിയൽ തിയറീസ് ഓൺ ബാസ്നെറ്റ്. സൂസൻ ബാസ്നെറ്റ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഒരു കീ ഫിഗറാണ്. അവർ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് കൊളോണിയൽ തിയറിയെ വെച്ചിട്ടാണ് അവർ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഒരുപാട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് കൊളോണിയൽ തിയറിയും ട്രാൻസ്ലേഷനും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കൊളോണിയലിസം ട്രാൻസ്ലേഷൻ പ്രാക്ടീസസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അതൊക്കെയാണ് അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ബാസനെറ്റും ഹരീഷ് ത്രിവേദിയും കൂടി കോ എഡിറ്റ് ചെയ്ത ബുക്കാണ് പോസ്റ്റ് കൊളോണിയൽ ട്രാൻസ്ലേഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളത്. ഈ ബുക്കിനകത്ത് കൊളോണിയലിസത്തിന്റെ സമയത്ത് ട്രാൻസ്ലേഷൻ എങ്ങനെയായിരുന്നു എന്നും ട്രാൻസ്ലേഷനകത്ത് ഈ ട്രാൻസ്ലേഷൻ വഴി എങ്ങനെയാണ് കോളനൈസ് ചെയ്യാൻ വന്ന ആളുകൾ പവറും കൺട്രോളും ഇൻവോൾവ് ചെയ്തതെന്നും ഒക്കെയാണ് ഇതിനകത്ത് അവർ പഠിച്ചിരിക്കുന്നത്. കോളനൈസേഴ്സ് അവരുടെ ടെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, നമ്മളത് വായിക്കാൻ വേണ്ടി അല്ലേ. അതുവഴി അവർ ഡോമിനേഷനൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ നേറ്റീവ് നറേറ്റീവ്സിനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അവരുടെ ടെക്സ്റ്റുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുകയും വായിപ്പിക്കുകയും നമ്മുടെ എഡ്യൂക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ഫ്രം വൺ സയൻസ് സിസ്റ്റം ഇൻ ടു അനദർ. ഇത് കോയിൻ ചെയ്ത റോമൻ യാക്കബ്സൺ ആണ്. അദ്ദേഹം സിമിയോട്ടിക്സിലെ ഒരു മേജർ ഫിഗറാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പോയത്തിനെ നമ്മളൊരു പെയിന്റിങ്ങോ നോവലോ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഫിലിമോ ആക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഇന്റർസിമിയോട്ടിക് എന്ന് പറയുന്നത്. മീഡിയം ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ടെക്സ്റ്റിൽ നിന്ന് ഇമേജിലോട്ട്, അല്ലെങ്കിൽ ഇമേജിൽ നിന്ന് വീഡിയോയിലോട്ട്, അല്ലെങ്കിൽ വേർഡ് സൗണ്ടായി മാറുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്നുള്ള പ്ലേ, അതിനെ നമ്മൾ ഫിലിമാക്കി മാറ്റുന്നു. അതൊരു ബുക്ക്, അതൊരു വേർഡാണ്. അതിനെ നമ്മൾ, അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തൊരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളതൊരു ഫിലിമാക്കി മാറ്റുവാണ്. അപ്പം അത് കണ്ടോ, അല്ലെങ്കിൽ ഒരു ഡ്രാമ പെർഫോമൻസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടെയും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷനാണ് ഹാപ്പൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡിഡ് ദി ട്രാൻസ്ലേഷൻസ് ഓഫ് ദി ഇന്ത്യൻ എപ്പിക്സ് ഇൻ ടു മലയാളം ബിക്കം എ ടൂൾ ഫോർ റീഓർഗനൈസിങ് സൊസൈറ്റീസ്? ഇപ്പോൾ ഇന്ത്യൻ എപ്പിക്സ് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കേരളത്തിൻ്റെ തന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ വരെ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ എപ്പിക്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സാൻസ്ക്രിറ്റ് സ്കോളേഴ്സിന് മാത്രം മനസ്സിലാവുന്ന, അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എപ്പിക്സ് വായിക്കുന്നതിൽ പോലും എക്സിസ്റ്റ് ചെയ്തിരുന്നു. സാൻസ്ക്രിറ്റ് അറിയാവുന്നത് ഒബ്വിയസ്ലി ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എപ്പിക്സ് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും ഒബ്വിയസ്ലി ഹൈ കാസ്റ്റ് ആളുകളുടെ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പവർ ജോണർ ആയിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ എഴുത്തച്ഛനെ പോലുള്ള റൈറ്റേഴ്സ് ആളുകളെന്ന് പറയുന്നത് രാമായണത്തിനെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് റീഇമാജിൻ ചെയ്ത് രാമായണത്തിനെയൊക്കെ വേറൊരു റിഫോമിലാക്കി എടുത്ത് മാറ്റിയ ആളാണ്. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലോവർ കാസ്റ്റുകൾക്കുള്ള ആളുകൾക്കൊക്കെ കഥകൾ വായിക്കാനും ഈ രാമായണം എന്താണെന്ന് അറിയാനും ഒക്കെ പറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അതിനകത്ത് എന്താണ് ഡിവോഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാൻസ്ലേഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷൻസ് ഓഫ് പീപ്പിളിനും മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ ഈ കഥകളിയായിട്ടും ഓട്ടംതുള്ളലായിട്ടും ഒക്കെ ഈ എപ്പിക്സിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചു അല്ലേ. ഓരോ കഥകളി, രാമായണത്തിലെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കഥകളിയാക്കാനും ഓട്ടംതുള്ളലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുകയാണ്, സ്പ്രെഡ് ആവുന്നുണ്ട്. ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ വരെ റീഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അങ്ങനെ വെച്ചിട്ട് ജസ്റ്റിസ്, പവർ, ധർമ്മ ഇങ്ങനെയുള്ള തീംസൊക്കെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി കോണ്ടെക്സ്റ്റ് ഫ്രീ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഐഡിയാസിനെയോ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു വിത്തൗട്ട് കൺസിഡറിങ് അതിൻ്റെ കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മളുടെ ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ആ ടെക്സ്റ്റിനെ മാറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, അതിനെ നമ്മൾ വേറെ രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാനേ പോകത്തില്ല. ആ ടെക്സ്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനെ അതുപോലെ അങ്ങ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, വേർഡ് ബൈ വേർഡോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള രീതിയിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ദ കൺഫ്യൂഷൻ അറൈസിങ് ഔട്ട് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് കൾച്ചറൽ എക്സ്പ്രഷൻസ്. ഇപ്പോൾ നമ്മളിവിടെ ഉള്ള ഉത്സവം പോലുള്ള കാര്യങ്ങൾ നമ്മളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പിളിൽ നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് എന്തെന്ന് പറയാം, ഒരു കാർണിവൽ എന്നോ അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എസൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കേ പറ്റൂ. നമ്മളത് എത്ര ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാവണമെന്നില്ല അല്ലേ.
അതിൻ്റെ എല്ലാ ടേംസും കിട്ടണമെന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഈ കൾച്ചറൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ കൾച്ചറൽ എക്സ്പ്രഷൻസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് വേറൊരു ഫോറിനർ വായിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ. ഇഡിയംസിലാണെങ്കിലും പ്രോവേർബ്സിലാണെങ്കിലും റിച്വൽസിലാണെങ്കിലും വേറെ വേർഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ഇൻസ്റ്റൻസ് ഒരു ഹിന്ദി ഫ്രേസ് ഉണ്ട്, ഘർ കാ ബേദി ലങ്ക ദയേ, അതായത് ആൻ ഇൻസൈഡർ ക്യാൻ ഡിസ്ട്രോയ് എ സ്ട്രോങ് ഹോൾഡ്. ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ റീഡേഴ്സിനത് കൺഫ്യൂസ് ചെയ്യാം. അതായത് രാമായണത്തിൻ്റെ കോണ്ടെക്സ്റ്റിലൊക്കെ വെച്ച് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. സിമിലർലി നമസ്തേ എന്ന് പറയുന്നത് ചില മിക്കവാറുള്ള ആളുകൾ മിസ്ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹലോ എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അണ്ടർടോൺ ഉണ്ടെന്നോ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഇതാണെന്നുള്ളതും ആരും മനസ്സിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇഡ്ലി, കിംചി, ഇതുപോലത്തുള്ള കാര്യങ്ങൾ, ഇതുപോലത്തുള്ള വേർഡ്സൊക്കെ അതിന് നമ്മൾ റൈസ് കേക്ക് എന്നും ഫെർമെൻറ്റഡ് ഡിഷ് എന്നും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുമോ വേറെ ആളുകൾക്ക്? ഇല്ല. ഹ്യൂമറും വേർഡ് പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പോലും കറക്റ്റായിട്ട് കിട്ടത്തില്ല. വേറൊരു ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ സിനിമകൾ കാണുക, വേറൊരു ലാംഗ്വേജിലെ തമാശ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. റിലീജിയസ് ആൻഡ് മിത്തോളജിക്കൽ റെഫറൻസസിനും ഭയങ്കര പ്രശ്നമാണ്. കൾച്ചറൽ ടാബുവിന് പോലും പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ താലി, അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നെക്ലസ് എന്നാണോ നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ല, അത് നമുക്ക് നെക്ലസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മാല പോലെ ആയി പോകും. നമുക്കതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ് ഇന്ത്യൻ കൾച്ചറിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മിസ്ഇൻ്റർപ്രിട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ ഹാപ്പൻ ചെയ്യാം. അതാണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫിലിംസിൽ തന്നെ അങ്ങനെ ഹാപ്പൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഴ്സ് ലാംഗ്വേജ് എന്താണ്, ടാർഗറ്റ് ലാംഗ്വേജ് എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് SLും TLും. സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒറിജിനൽ ലാംഗ്വേജും ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ ലാംഗ്വേജിലുള്ള ടെക്സ്റ്റിനെ ഏത് ലാംഗ്വേജിലോട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതാണ് ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇൻഡോളജിയുടെ ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ ഇൻ ഇന്ത്യ. ഇൻഡോളജി എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, ലാംഗ്വേജ് ആൻഡ് കൾച്ചറിനെ കുറിച്ചുള്ള അക്കാഡമിക് സ്റ്റഡി. അത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയലിസത്തിൻ്റെ സമയത്തായിരുന്നു. ഏർലി ഇൻഡോളജിസ്റ്റ് എന്ന് വെച്ചാൽ വില്യം ജോൺസും മാക്സ് മുള്ളറും ഒക്കെ ആയിരുന്നു. അവർ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവരുടെ വർക്ക്സ് ആണ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് റിലീജിയനെ വെസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇൻഡോളജി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ പാസ്റ്റിനെ കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, ബ്രൈറ്റ് ആയിട്ട് കാണിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൾച്ചർ എന്താണെന്നുള്ളതൊക്കെ. പക്ഷേ എന്നാലും അത് ആരുടെ വ്യൂ പോയിന്റിലായിരിക്കും പറയുന്നതും കാണുന്നതും? വെസ്റ്റേൺ വ്യൂ പോയിന്റിലായിരിക്കും ഇത് പറഞ്ഞതും കാണുന്നതുമല്ല. ഓക്കെ. പിന്നെ റോമൻ യാക്കബ്സന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ട്രാൻസ്ലേഷൻ തിയറിയിൽ? റോമൻ യാക്കബ്സൺ എന്ന് പറയുന്നത് റഷ്യൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ട്രാൻസ്ലേഷൻ തിയറിക്ക് കുറച്ച് ഫൗണ്ടേഷണൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പോളജി ഓഫ് ട്രാൻസ്ലേഷൻ, അതായത് ഇൻട്രാലിംഗ്വൽ, ഇന്റർലിംഗ്വൽ, ഇന്റർസിമിയോട്ടിക്, ഇതൊക്കെ ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ഇൻട്രാലിംഗ്വൽ എന്തുവാണെന്നും ഇന്റർലിംഗ്വൽ എന്തുവാണെന്നും ഇന്റർസിമിയോട്ടിക് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻട്രാലിംഗ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സെയിം ലാംഗ്വേജിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീവേർഡ് ചെയ്യുന്നു. ഇന്റർലിംഗ്വൽ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജസ്. ഇന്റർസിമിയോട്ടിക് എന്ന് വെച്ചാൽ നമ്മൾ സൈൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റിനെ വീഡിയോ ആക്കുന്നു, ടെക്സ്റ്റിനെ സിനിമയാക്കുന്നു, അതാണ് ഇന്റർസിമിയോട്ടിക്. പിന്നെ അദ്ദേഹം എംഫസൈസ് ചെയ്തതെന്ന് വെച്ചാൽ മീനിങ്ങിനും ഇൻ്റർപ്രിട്ടേഷനും അദ്ദേഹം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഓക്കെ. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജസിലോട്ട് നമ്മൾ മറ്റൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാലൻസ് പോസിബിൾ ആണ് ലാംഗ്വേജിൽ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റീഡേഴ്സ് ഓഫ് എ ട്രാൻസ്ലേഷൻ ഫോൾ ബാക്ക് ഓൺ വാട്ട് ദേ ഡു നോ ആൻഡ് പ്രിഫർ, എക്സ്പ്ലെയിൻ. അതായത് റീഡേഴ്സ് ഓഫ് എ ട്രാൻസ്ലേഷൻ, അതായത് ഇവിടെ ഈ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സ് ട്രാൻസ്ലേഷൻസിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലും അവരുടെ ഐഡിയാസിലും അവരുടെ മൈൻഡ് സെറ്റും വെച്ചിട്ടായിരിക്കും. ഇപ്പം നമുക്കൊരു അറിഞ്ഞുകൂടാത്തൊരു റിച്വൽ, നമ്മളിപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ ഒരു റിച്വൽ, നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നത് നമ്മുടെ ഓൺ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഇത് നമ്മുടെ ഇല്ല അതുപോലെ ഉണ്ടല്ലോ, നമ്മുടെ ഇല്ല പരിപാടി പോലെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ. റീഡേഴ്സ് ഓഫ് എ ട്രാൻസ്ലേഷൻ ഫോൾ ബാക്ക് ഓൺ വാട്ട് ദേ ഡു നോ ആൻഡ് പ്രിഫർ. നമ്മൾ പ്രിഫർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്. നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ടായിരിക്കും. നമുക്ക് എത്ര അൺഫെമിലിയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറച്ച് ഫെമിലിയാരിറ്റീസ് ഒക്കെ കേട്ട് നമ്മുടെ കസ്റ്റംസുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ്ലേറ്റർ ടെക്സ്റ്റിൻ്റെയും വായിക്കുന്ന കാര്യത്തിലും. റീഡേഴ്സ് എന്ത് ചെയ്യും, അവരുടെ വ്യൂ പോയിന്റ് വെച്ചിട്ടായിരിക്കും മീനിങ്സ് ഒക്കെ അസ്യൂം ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അതിനിപ്പോൾ എത്ര ഫോറിൻ ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞാൽ പോലും, ഒരു വെസ്റ്റേൺ റീഡർ ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വൽ ടെക്സ്റ്റ് അവരുടെ ക്രിസ്ത്യൻ സ്റ്റോറീസ് വെച്ചിട്ടും ക്രിസ്ത്യൻ അനാലജി വെച്ചിട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കുന്നത്. ഈസ്റ്റേൺ റീഡേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, അല്ലേ?
ഇനി അടുത്തത് ഹൗ ഡസ് നിരഞ്ജന ലിങ്ക് കൊളോണിയലിസം, ട്രാൻസ്ലേഷൻ ആൻഡ് പവർ. തേജസ്വിനി നിരഞ്ജന ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റാണ്. അവരെന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ കൊളോണിയൽ പവറിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത്. അവരുടെ സൈറ്റിംഗ് ട്രാൻസ്ലേഷൻ എന്നുള്ള വർക്കിനകത്ത് അവർ ആർഗ്യൂ ചെയ്യുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ സമയത്ത് ന്യൂട്രലായിട്ട് മാറി നിന്ന കാര്യമൊന്നുമല്ല. കൊളോണിയലിസത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു കോൺസെപ്റ്റായിരുന്നു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യൻ ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ആ നേറ്റീവ് ആളുകളെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ കസ്റ്റംസിനെ കുറിച്ചൊക്കെ അറിയാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റിനെയൊക്കെ അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഉപാധിയായിട്ടാണ്. ഈ ട്രാൻസ്ലേഷൻസ് പക്ഷേ നമ്മുടെ ഒറിജിനൽ മീനിങ്സിനെ എല്ലാം എന്ത് ചെയ്തു? ഡിസ്റ്റോർട്ട് ചെയ്തു, അല്ലെങ്കിൽ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്തു. അവരുടെ വ്യൂ പോയിന്റിലായിരിക്കും നമ്മളെക്കുറിച്ച് അവർ എഴുതിയത്. അവരെ എപ്പോഴും സുപ്പീരിയറായിട്ട് കണ്ട് നമ്മളെ എപ്പോഴും ഇൻഫീരിയറായിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതാണ് ഇവർ ഈ ഒരു ബുക്കിനകത്ത് നിരഞ്ജന പറയുന്നത്. നെക്സ്റ്റ്, പുരുഷോത്തം ലാലിൻ്റെ തിയറി ഓഫ് ട്രാൻസ്ക്രിയേഷൻ എന്താണ്? പുരുഷോത്തം ലാൽ ഒരു ഇന്ത്യൻ പോയറ്റ് ആൻഡ് പബ്ലിഷറാണ്, ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹമാണ് ട്രാൻസ്ക്രിയേഷൻ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു വെച്ചാൽ ലിറ്റററി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അല്ലാതെ വെറുതെ അങ്ങ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അങ്ങ് ചെയ്ത് വെക്കരുത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോം നമ്മൾ റിക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു ലാംഗ്വേജിൽ നിന്നുള്ള പോയത്തിനെ നമ്മൾ റിക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആർട്ടിസ്റ്റിക് ഫ്രീഡം ഒക്കെ എടുത്ത് നമ്മൾ റിക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ക്രിയേഷൻ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്ററിനെ മൂഡ്, ടോണ്, റിതം ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ അലോ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയറ്റിക് ബ്യൂട്ടി കാണത്തില്ല, നഷ്ടപ്പെട്ടായിരിക്കും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് ഈസ്തറ്റിക് ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്തു വേണം നമ്മൾ ചെയ്യാൻ. അദ്ദേഹം മഹാഭാരതത്തിന് ഒരുപാട് ഇംഗ്ലീഷ് വേർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈ ഡു ട്രാൻസ്ലേഷൻസ് പ്രൂവ് ടു ഹാവ് എ ട്രെമൻഡസ് ഫെർട്ടിലൈസിങ് പവർ അണ്ടർ ദ റൂൾ ഓഫ് കാലിഫ്സ് ഓഫ് ബാഗ്ദാദ്? അതായത് ഈ അബ്ബാസിദ് കാലിഫിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ കാലിഫ്സിൻ്റെ ടൈമിൽ എന്തുകൊണ്ടാണ് ട്രാൻസ്ലേഷൻസ് വളരെയധികം പ്രൊഡക്റ്റീവായത് എങ്ങനെയാണെന്ന്. ഈ അബ്ബാസിദ് കാലിഫേറ്റിൻ്റെ സമയത്ത് ബാഗ്ദാദ് എന്നുള്ള സ്ഥലം സെൻറ്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു, ഗ്ലോബൽ സെൻറ്റർ ഓഫ് ലേണിംഗ് ആയിരുന്നു. ഈ കാലിഫുകൾ ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ ടെക്സ്റ്റിനെ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്പോൺസറും ചെയ്തിരുന്നു. അപ്പോൾ ഈ മൂവ്മെൻറ്റാണ് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കോളേഴ്സ് ഫിലോസഫിയിലുള്ളതും മെഡിസിനിലുള്ളതും ആസ്ട്രോണമിയിലുള്ളതും മാത്തമാറ്റിക്സിലുള്ള വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഈ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്കോളേഴ്സിന് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പോലുള്ള റൈറ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു ഇത് വെച്ചിട്ട്. ഓക്കെ, അവർ ജസ്റ്റ് കോപ്പി ചെയ്ത് മാത്രമല്ല, അവർ ഈ ഐഡിയാസിനെ എക്സ്പാൻഡും കൂടി ചെയ്തിട്ടാണ് എഴുതിയത്. അങ്ങനെ ലൈബ്രറീസിലും ബാഗ്ദാദിൻ്റെ ലൈബ്രറീസിലും ഒക്കെ എല്ലാം എന്താണ് ട്രാൻസ്ലേഷൻ കൊണ്ടങ്ങ് നിറയാൻ തുടങ്ങി. അതങ്ങനെ ഗോൾഡൻ ഏജ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് തന്നെ നമുക്കതിനെ പറയാൻ സാധിക്കും. മൾട്ടിലിംഗ്വൽ സ്കോളേഴ്സ് ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ലൈഫ് ഓഫ് എ ലിറ്റററി വർക്ക്. ആഫ്റ്റർ ലൈഫ് ഓഫ് എ ലിറ്റററി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ആ വർക്കിൻ്റെ ടൈം കഴിഞ്ഞിട്ടും അതിൻ്റെ കൾച്ചർ കഴിഞ്ഞിട്ടും അത് പാസ് ചെയ്ത് അല്ലെങ്കിൽ അത് ട്രാൻസ്ലേറ്റഡ് ആയപ്പോൾ അത് എങ്ങനെ ഉണ്ട്, അതിൻ്റെ ആ ഒരു ലിറ്റററി വർക്കിൻ്റെ കണ്ടിന്യൂവേഷൻ എങ്ങനെ ഉണ്ട്, അത് പച്ച പിടിച്ചോ, അത് ഫ്ലറിഷ്ഡ് ആയോ, ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്ലേഷനാണ്. ഇല്ലിയാഡ്, ഭഗവത്ഗീത, ഡിവൈൻ കോമഡിയൊക്കെ ഇപ്പോഴും വേൾഡ് വൈഡായിട്ട് തന്നെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് കൊണ്ടാണ്. ഓരോ പുതിയ ട്രാൻസ്ലേഷനും ഫ്രഷ് ഇൻ്റർപ്രിട്ടേഷൻ റിലവൻസുമാണ് കൊണ്ടുവരുന്നത്, അല്ലേ? ആഫ്റ്റർ ലൈഫ് എന്നകത്ത് എന്താണ്? അപ്പം ആഫ്റ്റർ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസിനെ ഫിലിംസ് ആക്കി മാറ്റുന്നു, ഫിലിംസിനെ ആർട്ട് വർക്ക് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് എന്തുണ്ട്, റിലവൻസ് ഉണ്ടോ ഇല്ലയോ, അതാണ് ഈ ആഫ്റ്റർ ലൈഫ് ഓഫ് എ വർക്ക് എന്ന് പറയുന്നത്. കാളിദാസൻ്റെ ശകുന്തളം നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ വേൾഡ് ക്ലാസിക്സിനകത്ത് പഠിച്ചു. എന്തുകൊണ്ടാണ് അത് പഠിച്ചതാണ്? ഇപ്പോഴും റിലവൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ആഫ്റ്റർ ലൈഫ് ഓഫ് എ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ മിഷണറീസ് ജനറേറ്റ് എ മിഡിൽ ക്ലാസ് റീഡർഷിപ്പ് ഇൻ ഇന്ത്യ ത്രൂ ട്രാൻസ്ലേഷൻസ്? ക്രിസ്ത്യൻ മിഷണറീസ് കൊളോണിയൽ പീരീഡിലാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ക്ലാസ് റീഡർഷിപ്പിനെ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തു. അവരെങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത്? ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇന്ത്യൻ ലാംഗ്വേജിലോട്ട്, അതർ ക്രിസ്ത്യൻ ടെക്സ്റ്റ് ബുക്കിനെ ഇന്ത്യൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഓർഡിനറി പീപ്പിളിനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ആളുകൾ ഒരുപാട് പേര് എന്ത് ചെയ്യും? വായിക്കും. അവരതുപോലെ തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സും എഡ്യൂക്കേഷണൽ റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാനും തുടങ്ങി മിഷണറീസ്. അവർ സ്കൂൾസ് തുടങ്ങി, ലിറ്ററസിയൊക്കെ പ്രൊമോട്ട് ചെയ്തു ലോവർ ആൻഡ് മിഡിൽ കാസ്റ്റിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരാൻ തുടങ്ങി. ഓക്കെ, മലയാളം, തമിഴ്, ബംഗാളി ആൻഡ് അതർ ലാംഗ്വേജസിലൊക്കെ ഒരുപാട് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് അവരുടെ വർക്ക്സൊക്കെ ഇനി ട്രാൻസ്ലേറ്റഡ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. ഒരുപാട് ജോണേഴ്സൊക്കെ വരാൻ തുടങ്ങി. ജോണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് വർക്ക്സ് നമ്മൾ വായിച്ചിട്ടില്ലാത്ത റൊമാൻസ്, ഇതുപോലെ തന്നെ സയൻസ്, ഹിസ്റ്ററി, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ മിഷണറീസ്. ഒരു കൈൻഡ് ഓഫ് ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണത് കേട്ടോ.
നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഐഡിയാസ് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി. ഇനി ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. അത് നമ്മുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം മൾട്ടി ലിംഗ്വലാണ്, മൾട്ടി കൾച്ചറലാണ്, അല്ലേ? ഒരു കൈൻഡ് ഓഫ് പ്ലൂറാലിറ്റിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ കൾച്ചറൽ, റിലീജിയൻ, ഫിലോസഫിക്കൽ പ്രാക്ടീസ് ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. ഏൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റ് ആയിട്ടുള്ള രാമായണ, മഹാഭാരത, ഉപനിഷത്തുകളൊക്കെ ഒരുപാട് ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ റീകോണ്ടക്ച്വലൈസ് ചെയ്തും റീടെല് ചെയ്തും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്, അല്ലേ? ഇന്ത്യൻ തിങ്കേഴ്സ് എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷനെ റിക്രിയേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ സ്പിരിറ്റ് അവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. സ്കോളേഴ്സ് ആയിട്ടുള്ള AK രാമാനുജൻ, P ലാൽ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംഫസൈസ് ചെയ്യുന്നത് ദാറ്റ് ഇൻ ഇന്ത്യ ഓറൽ ആൻഡ് പെർഫോമൻസ് ട്രഡീഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ പുരുഷോത്തം ലാലിൻ്റെ തിയറി ഓഫ് ട്രാൻസ് ക്രിയേഷൻ പറയുക. ഓക്കെ, തേജസ്വിനി നിരഞ്ജനെ കുറിച്ചൊക്കെ പറയുക. ട്രാൻസ്ലേഷൻ ഇന്ത്യ എന്ന് പറയുന്നതിന് നമ്മുടെ ഇതിലെ കൾച്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻസിനെ കുറിച്ചൊക്കെ പറയുക. പിന്നെ ക്രിസ്ത്യൻ മിഷണറീസ് വന്ന കാര്യങ്ങളും എല്ലാം സംസാരിക്കുക ഇതിനകത്ത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേരിയസ് തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ ആണ്. ലിംഗ്വിസ്റ്റിക്, ലിറ്റററി, ഫങ്ഷണൽ ആൻഡ് കൾച്ചറൽ തിയറി ഉണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ ഒരു ഓഡിയോയ്ക്കകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്. പിന്നെ ലിറ്ററി, അടുത്ത എന്താണ് ലിറ്ററി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈസ്തെറ്റിക് ആൻഡ് ഇമോഷണൽ അപ്പീൽ വരും. ഓക്കെ, പിന്നെ ഇൻട്രാലിംഗ്വൽ എന്താണെന്ന് പറയണം. ഇന്റർലിംഗ്വൽ, ഇന്റർസിമിയോട്ടിക്, റോമൻ യാക്കബ്സന്റെ കാര്യമൊക്കെ പറയാൻ മറന്നു പോകരുത്. തേജസ്വിനി നിരഞ്ജനയുടെ കാര്യവും പിന്നെന്താണ് എല്ലാം പുരുഷോത്തം ലാലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ക്രിയേഷനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇഷ്യൂ ഓഫ് അൺട്രാൻസ്ലേറ്റബിലിറ്റി, അതെങ്ങനെയാണ് വരുന്നത്? അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില വേർഡ്സ്, ഫ്രേസസ് അല്ലെങ്കിൽ കൾച്ചറൽ കോൺസെപ്റ്റുകൾ ഫുള്ളായിട്ട് മറ്റൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ളൊരു ഈക്വലൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ശരിക്കും അതാണ് ഇവിടെ പ്രശ്നമായിട്ട് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്നുള്ള ഇഷ്യൂ എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, ഫ്രേസസിൻ്റെ കാര്യത്തിൽ ഒരുപാട് കോണ്ടെക്സ്റ്റ് അത് എറൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജാപ്പനീസ് വേർഡ് ആയിട്ടുള്ള വാബി സാബി, അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഈസ്തെറ്റിക് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് വെച്ചിട്ട് കറക്റ്റ് ഒരു വേർഡ് അതിന് കിട്ടുന്നില്ല. സിമിലർലി ഇന്ത്യൻ ടേം ആയിട്ടുള്ള ധർമ്മ, മോക്ഷ, നമസ്തേ എന്നതിന് പറയുന്നത് സ്പിരിച്വൽ ഒരു ഡെപ്ത് ഉണ്ട്. അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി സ്പിരിച്വൽ മീനിങ് അങ്ങ് പൊക്കളയും, അല്ലേ? ഹലോ എന്ന് പറയുമ്പോൾ അതവിടെ തീർന്നില്ലേ? ഇപ്പോൾ ഗായത്രി, സ്പിവക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോറൻസ് വെനൂറ്റിയുടെ ഐഡിയ ഓഫ് ഓർഗനൈസേഷനൊക്കെ ഇതിനകത്ത് സംസാരിക്കണം. ലോറൻസ് വെനൂറ്റിയുടെ ഐഡിയ ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? അതായത് നമ്മൾ ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റിനകത്ത് ഒരു കൈൻഡ് ഓഫ് സ്ട്രേഞ്ച്നെസ് നമ്മൾ തന്നെ ഒന്ന് വെച്ചേക്കണം. ഓക്കെ, അതായത് എല്ലാത്തിനും നമ്മളങ്ങ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ആ ഡൊമസ്റ്റിക്കേഷൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റോമൻ യാക്കബ്സന്റെ മറ്റേ തിയറീസിൻ്റെ കാര്യം ഇതിനകത്ത് സംസാരിക്കാം. ഓക്കെ.